IDSFFK തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ് 16ാമത് എഡിഷൻ. ഇന്ന് മൂന്നാം ദിവസമാണ്. ഇന്ന് ലോങ് ഡോക്യുമെന്ററി വിഭാഗത്തിൽ 5 സിനിമകളടക്കം 62 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. മലയാള ചിത്രം കൈമിറ ഉൾപ്പെടെ 11 സിനിമകൾ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. സുലേഖ ചേരുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. കാവ്യ, ഈ നേരത്തെ കാവ്യ പറഞ്ഞതുപോലെ തന്നെ IFFK എത്രത്തോളം പ്രധാനമാണോ സിനിമാ പ്രേമികൾക്ക്, അതുപോലെ തന്നെ പ്രധാനമാണ് ഈ ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്ര മേളയും എന്നത് തന്നെയാണ്. കേരളത്തിൽ മാത്രമാണ് ഇത്ര വലിയ രീതിയിൽ ഷോർട്ട് ഫിലിമുകളെയും ഡോക്യുമെന്ററികളെയും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ മേളകൾ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ പ്രതീക്ഷകൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ക്ലാസിക് ഡോക്യുമെന്ററികൾ ഈ മേളയുടെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. അതിനൊപ്പം തന്നെ ഇന്ന് 62 സിനിമകളാണ് പ്രദർശിപ്പിക്കുക. രാവിലെ 9 മണി മുതൽക്ക് ഈ പ്രദർശനങ്ങൾ ആരംഭിക്കും. നിലവിൽ ഇന്ന് 62 സിനിമകളാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ലോങ് ഡോക്യുമെൻ്ററി, ഷോർട്ട് ഡോക്യുമെൻ്ററി, മലയാള ചിത്രങ്ങൾ, ഒപ്പം മത്സര ചിത്രങ്ങളൊക്കെ തന്നെയും ഇന്നത്തെ പ്രദർശനത്തിൽ ഉണ്ട് എന്നുള്ളത് കൂടിയുണ്ട്. ഷോർട്ട് ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ 5 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഒപ്പം ബംഗാളി ചിത്രമായ ഡോൾസ് ഡോണ്ട് ഡൈ, മലയാള ചിത്രം കൈമറ, ഓപ്പോസിറ്റ് എന്നിവ മത്സര വിഭാഗത്തിലുണ്ട്. മത്സര വിഭാഗത്തിൽ ഇന്ന് 11 ചിത്രങ്ങളാണുള്ളത്. ഒപ്പം പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ IDSFFK ഉള്ളത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമുക്കറിയാം, പൊരുതുന്ന ജനതയാണ് പാലസ്തീനുള്ളത്. ഗാസ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മനസ്സിൽ ഒരു മുറിവായി തന്നെ നിൽക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ 16ാമത് IDSFFK നടക്കുന്നത് എന്നത് ഈ മേളയുടെ പ്രത്യേകതയായി മാറുന്നുണ്ട്. അത്തരത്തിൽ 4 സിനിമകളാണ് പ്രത്യേക വിഭാഗത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രത്യേക വിഭാഗത്തിൽ പ്രേക്ഷകരിലേക്ക് പ്രദർശനത്തിന് എത്തുന്നത് വലിയൊരു കാര്യമാണ്. ഇന്ന് 2 സിനിമകളാണ് ഈ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നത്. അതിനൊപ്പം തന്നെ ഹെവി മെറ്റൽ, പാലസ്തീൻ, ഐസ്ലാൻഡ് എന്നീ ചിത്രങ്ങളാണ് ഇത്തരത്തിൽ ഇന്ന് പ്രദർശനത്തിന് എത്തുന്നത്. ഒപ്പം ഇന്ന് ലോങ് ഡോക്യുമെന്ററി വിഭാഗത്തിൽ വസുദൈവ കുടുംബകം പ്രമേയമാക്കിയ മറാത്തി ചിത്രം ദ വേൾഡ് ഈസ് ഫാമിലി, ഫ്ലിക്കറിംഗ് ലൈറ്റ്സ്, ഷോർട്ട് ഡോക്യുമെന്ററി മത്സര വിഭാഗത്തിൽ തമിഴ് ചിത്രങ്ങളുണ്ട്. ഒപ്പം ഇങ്ങനെ വിവിധ രാജ്യങ്ങളുടെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ഡോക്യുമെന്ററികൾ ഈ നമ്മുടെ കൊച്ചു കേരളത്തിലെത്തുന്നു. അതിന് കാണാൻ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഈ മേളയുടെ ഭാഗമാകുന്നു എന്നതൊക്കെ തന്നെ ഈ മേളയുടെ പ്രത്യേകതയാകുന്നുണ്ട്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ മേള നടക്കുന്നത്. കാവ്യ.